അതിഗംഭീര ആക്ഷൻ സീനുകൾ, ത്രില്ലടിപ്പിക്കുന്ന കാർ ചേസിംഗുകൾ. ടർബോ കൊമേഴ്സ്യൽ എന്റർടൈനറാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ. ആക്ഷനും നർമ്മവുമൊക്കെ അടങ്ങിയ ചിത്രം. സൗഹൃദത്തിനും കുടുംബബന്ധത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന സിനിമ കാലിക പ്രസക്തിയുള്ള വിഷയവും ചർച്ച ചെയ്യുന്നു. ഇടയ്ക്ക് സർവൈവൽ മോഡിലേക്കും ചിത്രം മാറും. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഏറ്റവും ചെലവേറിയ ചിത്രം എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട്. മമ്മൂക്കയ്ക്കൊപ്പം അഞ്ജന ജയപ്രകാശ്, കന്നഡ താരം രാജ് ബി ഷെട്ടി, തെലുഗു താരം സുനിൽ, ശബരീഷ് വർമ്മ, ബിന്ദു പണിക്കർ അടക്കമുള്ളവർ ചിത്രത്തിൽ പ്രധാനപ്പെട്ട റോളിലുണ്ട്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ അത്ര മാസ് പരിവേഷമുള്ള ആളല്ല ടർബോ ജോസ്. അരുവിപ്പുറത്ത് ജോസ് എന്നാണ് മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര്. അടുപ്പമുള്ളവർ ജോസ് ഏട്ടായി എന്ന് വിളിക്കും. ടൂറിസ്റ്റുകളെ ഓഫ് റോഡ് യാത്ര കൊണ്ടുപോകുന്ന ജീപ്പ് ഡ്രൈവർ. ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ് ജോസ് ഏട്ടായി. അവർക്കുവേണ്ടി എന്തിനും എടുത്തുചാടുന്ന പ്രകൃതവുമുണ്ട്. ഇതൊക്കെയാണ് ജോസിനെ ടർബോ ജോസ് ആക്കി മാറ്റുന്നത്. മമ്മൂക്കയുടെ ഈ കഥാപാത്രത്തെയും ആളുകൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. വൈശാഖ് സിനിമകളുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റാണ് ആക്ഷൻ സീനുകൾ. സ്വാഭാവികമായും ടർബോയിലും ആക്ഷന് ഏറെ പ്രാധാന്യമുണ്ട്. അത് നന്നാക്കിയെടുക്കാൻ വൈശാഖും ഫൈറ്റ് മാസ്റ്റർ ഫീനിക്സ് പ്രഭുവും പരമാവധി ശ്രമിച്ചു. അതിനൊപ്പം മമ്മൂക്കയും കൂടെ നിന്നു. ആക്ഷൻ സീനുകളൊക്കെ പരമാവധി പരിശ്രമിച്ചിട്ടാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫലമാകും തിയേറ്ററിൽ കാണാൻ പോകുന്നത്. ഫൈറ്റ് സീനുകൾക്കു പുറമെ മമ്മൂക്കയുടെ മികച്ച കാർ ചേസ് സീനുകളും ത്രില്ലടിപ്പിക്കും. 2020 5 പാതിര റിലീസായതിനുശേഷം 2023 അടുത്ത സിനിമയായ ഗരുഡൻ ഇറങ്ങുന്നത്. ഈ രണ്ട് സിനിമകൾക്കുമിടയിൽ 3 വർഷത്തെ ഇടവേള വന്നു. ഈ ഇടവേളയിൽ ഒരുപാട് കഥകളും ആശയങ്ങളും മനസ്സിൽ തോന്നി. ഗരുഡൻ, ഫീനിക്സ്, ടർബോ ഒക്കെ അന്ന് ആലോചിച്ച സിനിമകളാണ്. ഒത്തുവന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചുവന്നു എന്നു മാത്രം. തിരക്കഥ എഴുതാൻ അധികം സമയം വേണ്ടാത്ത ആളാണ് ഞാൻ. പൂർണ്ണമായ കഥ മനസ്സിൽ വരാൻ കുറച്ചു സമയമെടുക്കും. ഒരു വേള വന്നാൽ പെട്ടെന്നു തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും.